നിസാമേ നീ വന്ന് കിടക്കുന്നതിന് മുമ്പ് ഉറങ്ങിയോ? നിനക്കിന്ന് കടയിൽ പോണ്ടേ? ഉച്ച കഴിഞ്ഞിട്ട് പോവാം. വീട്ടിൽ പോയി കിടന്നുറങ്ങിയിട്ട് വരാൻ നേരമൊന്നുമില്ല. ഞാനൊന്ന് കിടക്കട്ടെ. അത് വേണ്ടാ, എനിക്കൊന്ന് കിടക്കണം. നാളെയും പ്രോഗ്രാം ഉള്ളതാ. കോളേജിൽ പോയിട്ട് ദിവസം എത്രയെന്ന് അറിയാവോ? മതി. നിനക്കെന്ത് നോക്കാനുള്ള? ഒരു കൊല്ലം കൂടെ കഴിഞ്ഞ് വക്കീലിന്റെ കോട്ടുവിട്ട് കോടതിയിൽ പോയി 2 വാചകം അടിച്ചാൽ നിനക്ക് സുഖമായിട്ട് ജീവിക്കാം. നമ്മുടെ കാര്യം അതാണ്. അതെ അതെ, വല്ലതും പഠിച്ചിട്ട് വേണ്ടേ പാസ്സാകാൻ. ഇതെവിടെ നടാ? ഇത് ഇന്നലെ പ്രോഗ്രാം നടന്ന സ്റ്റേജിലിരുന്നതാ. ഇവനെ കൊണ്ട് എന്തെങ്കിലും ചൂണ്ടിയില്ലെങ്കിൽ നിനക്ക് ഉറക്കം വരില്ല അല്ലേ? എന്നാണ് അവൻ നാറാൻ പോകുന്നത് ആർക്കറിയാം. ഉണ്ണിങ്ങോട്ട് വന്നിട്ട് ഉറപ്പാടാ. പാവം, അവൻ കിട്ടിയ ആശു വീട്ടിലെത്തിക്കാൻ പോയതാ. വീടിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. മല്ലികയുടെ കാര്യത്തിന് ആ നാരായണൻ ഇന്നും വന്നിരുന്നു. അവരൊരു 15 പവൻ ചോദിക്കുന്നെന്നാ പറഞ്ഞത്. നിനക്കിന്ന് സ്കൂളിൽ പോണ്ടേ? ഇന്ന് സമരാണ്. രമണി, കുറച്ച് വെള്ളം. എല്ലാം കൂടി തപ്പിപ്പെറുക്കിയ ഒരു 5-8 പവൻ ഇവിടെ കാണും. ഒരു കമ്പനി പണിക്കാരനാവുമ്പോ ഇത് വളരെ കുറവാ. വേലികെട്ടുകാരന് കൊടുക്കണം 10-25 പവൻ. അവർക്ക് ഇവളെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാ. നിനക്ക് നിന്റെ തറക്കണ്ടോ അച്ഛനോട് കുറച്ച് രൂപ ചോദിച്ചൂടെ? അച്ഛൻ്റെ അടുത്ത് ചോദിച്ചാൽ കൂടിപ്പോയ 1000 രൂപ കിട്ടും. അതുകൊണ്ട് എന്താവാനാ? വേറെന്തെങ്കിലും വഴിയുണ്ടോ നോക്കട്ടെ.